ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. ഞാനും കുഞ്ഞാവൻ തന്നെ കാറിലാണെങ്കിൽ അതൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും മിക്കവാറും. ഇന്നത്തെ സർപ്രൈസ് എന്നാ പറഞ്ഞോ? നാളെ മാമൻ്റെ 40th ബർത്ത്ഡേ ആണ്, April 30th. അപ്പം ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാമെന്ന് വെച്ചു. കേക്ക് ഏതായാലും മാമൻ എക്സ്പെക്റ്റ് ചെയ്യും, ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വലിയ സർപ്രൈസ് ഒന്നും അല്ല. പിന്നെ പക്ഷേ ഈ പ്രാവശ്യം കണ്ടിട്ടില്ല, കേക്ക് ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല ഇതുവരെ, ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരും, അവർ വരുന്ന കാര്യം മാമൻ അറിയത്തില്ല. അവർ സർപ്രൈസ് ആയിട്ട് എല്ലാവരും ഒരു സമയത്ത് വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല, എന്നാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പാനിഷ് ഡിലൈറ്റ് ആണ് ഫ്ലേവർ. ഇനിയിപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഗ്രേ കുറച്ച് ബോട്ടം മാത്രം കൊടുക്കും, ഒരു സെമി ഫോൾട്ട് ലൈൻ ഡിസൈൻ കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് ഗോൾഡ് പെയിൻറ്റ് വെച്ചിട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാനൊരു ക്യാമറ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മാമൻ്റെ ക്യാമറ സോണിയാണ്, ഏകദേശം അതുപോലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്നാ പരിപാടി? രാവിലെ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് ഇനി പുറത്തു പോകാം. കഷ്ടപ്പാടല്ലേ? കഷ്ടപ്പാടാ. ഞങ്ങൾ കുഞ്ഞാവിനെ സ്കൂളിൽ വിട്ടിട്ട് സിറ്റി സെൻറ്ററിൽ വന്നതാണ്. ഇനിയിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് മാളുണ്ട്, അപ്പോൾ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ഒക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാണ് ഷോപ്പിങ്ങിനായിട്ട്. ഇന്ന് ഫുൾ എൻ്റെ ചിലവാ. കാർഡ് ചോദിക്കരുത്, ചോദിക്കത്തില്ലായിരിക്കും. അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ആ കടയല്ല, അത് വേണ്ട. ഇടുവാണല്ലോ, അടിപൊളി അടിപൊളിയാണല്ലോ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാ. ടീഷർട്ട് വേണ്ട, ഞാൻ തന്നെയായിരുന്നു വന്നെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. അതാ നിന്നെ തന്നെ വെടിയാലാത്ത. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വിങ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി. നല്ല ഫുഡായിരുന്നു. നമുക്ക് പ്രായം കൂടുവാണല്ലോ എന്നോർത്തൊരു വിഷമം ഉണ്ടാകാറില്ലേ? അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ പഴയ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. പ്രായം കൂടിയിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലോ എന്നുള്ള കമൻറ്റ് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് ഓൾറെഡി കിട്ടി. ആണോ? ഇനി പോസ്റ്റ് ഓഫീസിൽ പോകണോ? എനിക്ക് വെടി കിട്ടി. ധന്യവാദ. സതീശിന് രാഹുൽ ഗാന്ധി ഗിഫ്റ്റ് കൊടുത്ത പോലെ. അതാ നോക്കി.
ലിപ്സ്റ്റിക്കോ? ഇത് പെർഫ്യൂം ഫില്ല് ചെയ്യുന്ന ബോട്ടില്. ലിപ്സ്റ്റിക്കാണ്. അതല്ല ഞാൻ ചോദിച്ചേ, എന്തിനാ ലിപ്സ്റ്റിക്കും? ഇത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ നടക്കുന്ന ബോട്ടില് നമുക്ക് തന്നെ ഫില്ല് ചെയ്ത് ബോട്ട് ഇത് ചെയ്യാം. പെർഫ്യൂമോ? കുഞ്ഞാവ് മേച്ചാണോ ഇത്? കുഞ്ഞാവൊരു ഗിഫ്റ്റാണോ? കുഞ്ഞാ വാങ്ങിച്ചാണോ? കുഞ്ഞാവേ മിഞ്ഞാൻ കൂടെ അല്ലേ എല്ലാം തരുന്നേ അല്ലേ പൊന്നെ? നല്ല മണമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ച. അങ്ങനെ ഫ്രഷ് മണോ? അങ്ങനത്തെ മണമല്ലേ ഞാൻ ഇഷ്ടം. ഇപ്പുറത്തൊന്നും വലിച്ചു വെച്ചു, അവിടുത്തെ മുടി തീർന്നുണ്ടോ? കുറച്ച് കുട്ടപ്പനായോ? ഒരു മിനിറ്റ്. ബാ. ക്യാമറ കറക്റ്റ് അല്ലേ? സോണി തന്നെ അല്ലേ? ഞാൻ ക്യാനൺ ഉണ്ടാക്കാനായിരുന്നു, അല്ല നിക്കോൺ ഉണ്ടാക്കാനായിരുന്നു. 7 അത് ഞാൻ ക്യാമറ ബാഗ് നോക്കി. ക്യാമറ നോക്കി ക്യാമറ ബാഗിൽ. കാരണം ഞാൻ അല്ലെ നിക്കോൺ ഉണ്ടാക്കിയനെ, ഞാൻ ചുമ്മാ നോക്കിയതാ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഇനി ഒരു ഫോട്ടോ എടുത്തു തരണേ, നല്ല ഫോട്ടോ. ബർത്ത്ഡേ ബോയിനെ കൊണ്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ലൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡിലോട്ട് കേക്ക് തിരിച്ചു വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം വരുന്നത് കണ്ടു. അങ്ങനെ കറക്റ്റ് അവരെ കണ്ടത്. 4 വണ്ടി ആൾക്കാർ, 5. ഏതാ 5? അനൂപ്, രേഷ്മ നിൽക്കുന്നു. രേഷ്മ ഇട്ടിട്ട് വേണ്ടേ സർപ്രൈസ്? സർപ്രൈസ് അല്ല, ശരിക്കും അല്ല. ഒരു വായോ എന്ത്? ഒരു 5 വണ്ടി അടുപ്പിച്ച് വന്നപ്പോ ഞാൻ നോക്കി തന്നെ മനസ്സിലായി. കുഞ്ഞാനും വായോ, ഒരു വായോ. താങ്ക് യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മാമ പറഞ്ഞു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഞാൻ അവർ വരുന്ന കാണാതിരിക്കാനായിട്ട് മാമനെ മുടിയൊക്കെ കളർ ചെയ്യിപ്പിച്ച് മേളിൽ ഇരുത്തായിരുന്നു. പക്ഷേ പണി ചെറുതായിട്ടൊന്ന് പാളി. എടോ, തന്റെ ആക്ടിങ് വമ്പൻ ഓവറായിരുന്നു. ആരെങ്കിലും വിളിച്ചു ഇച്ചാനോട്ടുള്ള പണിയാ. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തൊന്നും മാമന് അറിയത്തില്ല. അപ്പോൾ മാമനോട് പറഞ്ഞു ചിലവ് ചെയ്യണം, അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മാമനെ ഡ്രസ്സ് മാറ്റാനായിട്ട് മുകളിലോട്ട് പറഞ്ഞു വിട്ടേക്കുവാണ് ഫുഡ് വണ്ടിയിൽ നിന്ന് എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറണത്, അപ്പോൾ മാറിയേക്കാന്നും പറഞ്ഞു പോയതാ. മാമ എനിക്കൊരു ചായ കൂടെ കുടിച്ചു. ഞാൻ ചായ കുടിച്ചിട്ടോ? നിങ്ങള് സെലിബ്രിറ്റി അല്ലേ? എന്റെ ചായ
അത് ബർത്ത്ഡേ പോയല്ലേ എന്റെ ചായയുടെ പണം പുള്ളിക്ക് ഈ മുടി കളർ ചെയ്താണോ അതോ നാച്ചുറൽ ബ്യൂട്ടി ആണോ? മേടിച്ചിട്ട് ഞാൻ എഫക്ട് വരുത്താനായിട്ട് ഇങ്ങനെ ചുമ്മാ സാധാരണ വന്നിട്ട് കണ്ണാടിയിലോട്ട് ഇങ്ങനെ പോയിട്ട് എടുത്ത് നിർത്തിയേക്കുന്ന തിരിച്ചു പറഞ്ഞാൽ നല്ലൊരു ട്രാൻസിഷൻ ഉണ്ട്. ഇതൊരുമാതിരി ഇഷ്ടക്കാലത്ത് ഞാൻ മറ്റേ ബർഗണ്ടി അതായത് വൈറ്റ് കളർ വൈറ്റ് പോലത്തെ അതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ആ കളർ ഒന്നുമില്ല, ബ്ലാക്കിലടിച്ച കളർ ഒന്നുമില്ല. ആദ്യമായിട്ടായിരിക്കും സർപ്രൈസ് ഒക്കെ പൊട്ടാതിരിക്കും ഇത്ര നേരം. സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് ഹാപ്പിയായിട്ട് എല്ലാവരും സ്പെൻഡ് ചെയ്തു. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഇച്ച, ലവ് യു.